നമസ്കാരം. ബി ഹാപ്പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മൾ സ്കിൻ വൈറ്റൻ ചെയ്യുന്ന ഒരു മാസ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾ മാർക്സ്, അതുപോലുള്ള മുഖത്ത് വെള്ള ടാന്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാസ്ക് വെച്ച് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച്, നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് കട്ട തൈര്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, മഞ്ഞൾപ്പൊടി, പിന്നെ തേൻ. ഇത്രയും ഈ 4 ഇൻഗ്രീഡിയൻസ്, എല്ലാവരും അടുക്കളയിലൊക്കെ ഉള്ള ഈ 4 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ മാസ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ തേൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഞാനിവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിന്നിന് ആവശ്യമുള്ള എത്ര നമ്മൾ ഇടുക അത്രയും ആവശ്യമുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഞാനിവിടെ ഒഴിക്കുന്നത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കിട്ടിയാൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇല്ലാത്തവർക്ക് സാധാരണ മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. 2 3 നുള്ള മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകുക. ഇപ്പം മുഖത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് കരുവാളിപ്പുള്ള നമ്മുടെ ഈ വിരലുകളുടെ അറ്റത്തും കൈമുട്ടിലും അങ്ങനെയൊക്കെ തേക്കാനും വളരെ നല്ലതായത്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ നമ്മുടെ മുഖത്ത് കയ്യിലൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നമ്മളിത് വെക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. റൗണ്ടിൽ മസാജ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് ഇത് വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറി അത്യാവശ്യം സ്കിന്നിന് നല്ലൊരു തെളിമ കിട്ടും. പിന്നെ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നാരങ്ങാനീര് അധികം ആവരുത്. നാരങ്ങാനീര് അധികമായപ്പോൾ നമ്മുടെ സ്കിന്നിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നാരങ്ങാനീര് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ തേനില്ലാത്തവരാണെങ്കിൽ നമുക്ക് തേൻ യൂസ് ചെയ്യണമെന്നില്ല. ഈ 3 അല്ലാതെ തൈര്, നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി, ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ തേനോട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു